ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ ചെയ്യാറ്. അപ്പോൾ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി നമ്മൾ ഒന്ന് യൂട്യൂബിലേക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ആൻസേഴ്സ് പറയാൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു യൂട്യൂബിലേക്ക് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അതിൽ സാധാരണ സ്റ്റോറി വൈസാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എല്ലാമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചോദിക്കുക. എന്തായാലും ഒരു 100 ക്വസ്റ്റ്യൻസ്, ഫോളോവേഴ്സ് കുറവാണെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഇത് പബ്ലിക്കലി ഇട്ടൊരു പോസ്റ്റ് ചെയ്യുന്ന ഒരു റീലാണ്. അപ്പം അതിനടിയിലാണ് കമൻസ് ഒക്കെ ആയിട്ട് വന്നത്. സാധാരണഗതിയിലുള്ളൊരു തള്ളിക്കയറ്റൊന്നും ഇല്ല, പക്ഷെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്യാം. ഓക്കെ, അളിയോന്നൊക്കെ ചേട്ടാ ബാബട്ടൻ ഒരു സ്ഥാപനം നടത്താൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലക്ഷ്മി വിദ്യ ബ്രോ, നമ്മൾ ഒരാളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ അതും ബാഡ് കർമ്മ ആകുമോ? നിങ്ങൾ എന്തിനാ നെഗറ്റീവ് എനർജി കൊടുക്കുന്നത്? കാരണം ഇൻറ്റൻഷൻലി ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഒരു ബാഡ് കർമ്മ ആ ലെവലിലേക്ക് പോവുക. ഇൻറ്റൻഷൻലി വെച്ചാൽ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാം. എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ഗുണം. കാരണം ഇൻറ്റൻഷൻലി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഈ ഒരു കേസിൽ പറഞ്ഞ പോലെ രണ്ടാൾക്കാർ സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഒരു എനർജി എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അതാണ് പറയുക, ഇതിൽ കുറച്ചൊരു സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് എന്താ പറയുക, എമ്പത്ത് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കിപ്പം ഇന്നിപ്പം ഭയങ്കര ടോക്സിക് ആയിട്ടോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു എനർജി ഫ്ലോ സംഭവിക്കാം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അവർക്കത് മനസ്സിലായിന്ന് വരില്ല. പിറ്റേ എന്നുള്ള ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഭയങ്കരമായ ടയർഡ്നെസ്, ഒരു എനർജി ഡ്രെയിൻ ആവുന്നു, ഇവർക്ക് മൊത്തമായിട്ടൊരു കംപ്ലീറ്റ് എനർജി ലോസ് ആയ പോലെയൊക്കെ പിന്നെ പിറ്റേന്നിട്ടോ ചിലപ്പോൾ ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ കർമ്മിക്കിൻ്റെ കാര്യം കൂടി ഇതിൽ പറയുമ്പോൾ അത് പറയാൻ വെച്ചാൽ കർമ്മ മെയിനായിട്ട് വരുന്നത് 3 രീതികളിലാണ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ആക്ഷൻസ്. അപ്പോൾ പല ആൾക്കാരും ഭയങ്കര മോശമായ കർമ്മയൊക്കെയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ പോലും മോശമായ കർമ്മയാണെന്ന് പറയുന്ന സമയത്ത് അവരെന്നെ പറയും, ഞങ്ങൾ ആയിട്ട് ഒരു മോശമായ പ്രവൃത്തിയോ ആർക്കെങ്കിലും വേണ്ടാത്തൊരു ദ്രോഹമോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത്രയും ബാഡ് കർമ്മ നമുക്ക് വന്നതെന്നൊരു ന്യായമായ ചോദ്യം വരാം. പക്ഷെ അവിടെയാണ് ഈ തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻസ്, ഈ എല്ലാ കാര്യം ഈ തോട്ട്സിലൊക്കെയാണ് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് എഫക്റ്റ് ഉണ്ട്. ഇതൊരു എനർജി പരമായിട്ടുള്ള ഡിസ്കഷൻ ആട്ടോ. അപ്പം അതിൽ ആ ഒരു രീതിയിലുള്ള സെൻസായിരിക്കും വരിക. അപ്പം നമ്മളൊരു സാധാരണക്കാരനൊരു കോമൺ സെൻസിൽ എടുക്കുമ്പോൾ ചിലപ്പം അത് ക്ലിക്കായെന്ന് വരില്ല. അപ്പോൾ പ്രശ്നമല്ല. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കാണുക, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് സംഭവിച്ചാൽ നമ്മുടെ തോട്ട്സ്, അത് ഈ ഒരു എൻവയൺമെൻറ്റ് ഫുൾ തോട്ട്സിൻ്റെ ഒരു ബഹളാന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തോട്ട്സ് ഉണ്ട്. ഒരു മനുഷ്യന് ഒരു ദിവസം 50,000 to 60,000 തോട്ട്സ് ഉണ്ട്. അപ്പം അതിലൊരുപാട് തോട്ട്സ് നമ്മൾ ഇതുപോലെ ഒരു തോട്ട് തന്നെ ഒരുപാട് നേരം വെക്കുന്ന സമയത്ത് അതൊരു തോട്ട് ഫോം ആവാം എന്ന് പറയുന്നുണ്ട്. തോട്ട് ഫോംസിനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ, ആനി ബെസന്റിന്റെ പുസ്തകം അടക്കമുള്ള പുസ്തകങ്ങളുണ്ട്. തോട്ട് ഫോംസ് അല്ലെങ്കിൽ തോട്ട് എൻറ്റിറ്റി. തോട്ട് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആ തോട്ട് ഒരു ജീവിയുള്ള പോലെ ഒരു എനർജി ബീയിങ് ആവുന്ന രീതിയിൽ തന്നെ അത് പവർഫുൾ ആവുന്നുണ്ട് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ ഒരു കോവർക്കർ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അവരെന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പാരയൊക്കെ വെച്ച്, അപ്പോൾ നിങ്ങൾ സ്വാഭാവികം വിചാരിക്കുക ഒരു ചെങ്ങായിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം എന്നൊക്കെ അങ്ങനത്തെ ഓരോ തോട്ട്സൊക്കെ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ നിങ്ങളവിടെ വിട്ട് കാരണം അത് ഒരു തോട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മൾ അധികം അതിന് എനർജി കൊടുക്കുന്നില്ല. കാരണം മനുഷ്യന് ഒരുപാട് തോട്ട് ഫോം വരുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ആലോചിച്ചു, കുറച്ചെങ്കിലും വിട്ടു, പിന്നെ വേറെ എന്തെങ്കിലും വരുന്നു, ആലോചിച്ചു വിട്ടു. അപ്പോൾ അത് ഓവറോൾ ആ തോട്ട് ഫോം കുറച്ച് നേരം ഉണ്ടാവും. നമ്മുടെ ഒരു കണ്ണിൻ്റെ ഒരു ഈ ഒരു ഐ ലെവലിലായിട്ട് അത് ഉണ്ടാവുക, കുറച്ച് കഴിയുമ്പോൾ അത് ഡിസോൾവ് ചെയ്ത് പോകും. പക്ഷേ ഓരോ തോട്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട്, ഒരാളുടെ ദേഷ്യം തന്നെ ഭയങ്കരമായിട്ട് വരിക, അതങ്ങനെ നമുക്ക് ഡയറക്റ്റ് പോയി കൊല്ലാനും പറ്റില്ല, പക്ഷേ അയാളെ കൊല്ലണം അങ്ങനത്തെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് മുടിഞ്ഞു പോയാൽ മതിയെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അതൊരു വലിയൊരു തോട്ട്, കുറച്ചും കൂടി പവർ അതിന് കിട്ടും. കാരണം ഫീലിങ്സ് ആണ് തോട്ട്സിന് പവർ കൊടുക്കുന്ന സംഭവം. അപ്പം അത് നിങ്ങൾ ചെയ്തു, അത് നമ്മൾ ഈ ഒരു എന്താ പറയുക എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, കാരണം ഭയങ്കരമായ തോട്ട് ആണെങ്കിൽ, കുറച്ചിൻ്റെ ഭയങ്കരമായ എനർജി, ഭയങ്കരമായ ഫീലിങ്സ്, ഇമോഷൻസ് അതിന് കൊടുക്കുകയാണെങ്കിൽ
അതിന് പിന്നെ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല, അത് എവിടെ വേണമെങ്കിലും എത്താം. അപ്പം അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരാൾ, പല മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, പല സ്റ്റേറ്റ് ഓഫ് മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു കത്തി പിടിച്ചിട്ട് ആരെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ വൈബ്രേഷൻ ക്യാൻ അട്രാക്ട് ഈ ഒരു തോട്ട്. കാരണം സിമിലർ, കാരണം നമ്മുടെ വൈബ് ആണ് ഈ ഒരു സെയിം വൈബിലുള്ള പല കാര്യങ്ങളും അട്രാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ഒരു ഡെപ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത നിങ്ങൾ അറിഞ്ഞിട്ട് പോലും, കാരണം ഒരാൾക്ക് ഉപദ്രവിക്കുക, പക്ഷെ എനിക്ക് ഒരു ദേഷ്യം കൊണ്ട് നിങ്ങൾ കൊടുത്ത ഈ ഒരു സംഭവം ചിലപ്പം ആ ഒരു മേർഡർ ചെയ്യാൻ വേണ്ടി അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കുള്ളൊരു ഇഗ്നിഷൻ ആവാം. ഇതും കൂടി കിട്ടുമ്പോൾ ചിലപ്പം ഇയാൾ പോയിട്ട് ചിലപ്പോൾ ഇയാൾക്ക് ദേഷ്യമുള്ള ആരോടെങ്കിലും ചിലപ്പം ഒരു മേർഡർ നടത്താം. അപ്പോൾ അതാണ് തോട്ട്സിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ അത്രയും ഓവർ തിങ്ക് ചെയ്ത് അത്രയും നെഗറ്റീവ് ഒക്കെ വിടുന്ന സമയത്ത് അത് നിങ്ങൾ അന്നോയിങ്ലി ഒരു ബാഡ് കർമ്മ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും ഞാനായിട്ടൊന്നും ചെയ്തു, പക്ഷേ ഈ ഒരു വേൾഡിൽ, ഈ ഒരു എനർജി വേൾഡിൽ അത് ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് എല്ലാ രീതിയിലും പറയാം. അപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ, ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ, ഇപ്പം ഫാദറും മദറൊക്കെ, ഇപ്പം ഫാദറൊക്കെ പെട്ടെന്ന് ഭയങ്കര ഭക്തിയിലേക്ക് മാറി. ഭയങ്കര ഭക്തിയൊക്കെ ആ സമയത്ത് കുട്ടീനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും, കുട്ടീനോട് ഭക്തിപരമായിട്ടുള്ളതോ ദൈവങ്ങളപരമായിട്ടുള്ള ഒരു സംഭവം കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുട്ടി ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു വൈബ്രേഷൻ അട്രാക്ട് ചെയ്യാം. കുട്ടി ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ഇപ്പം ജീസസിൻ്റെ ഭയങ്കര ഫാനാവുന്ന കാണാം, ഹനുമാൻ, സൂപ്പർമാനൊക്കെ മാറ്റി ഹനുമാൻ്റെ ഫാനാവുന്ന കാണാം. അപ്പം അങ്ങനത്തെ മാജിക് സംഭവിക്കാം. അതാ വൈബ്രേഷനാണ്. ഇപ്പം നമ്മളിവിടെ ഏതെങ്കിലും ഇപ്പോൾ ദേവീനിട്ട് നമ്മൾ ഭയങ്കരമായി പ്രാർത്ഥിച്ച കാരണം അത് വേറൊരു സംഭവമാണ്. തോട്ട് ഫോമുണ്ട്, തോട്ട് എൻറ്റിറ്റി ഉണ്ട്, ഇത് തോട്ട് റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ ആ റേഡിയേഷൻ വരുന്ന സമയത്ത് നമ്മളിവിടെ ഭയങ്കരമായ പ്രാർത്ഥന, ഭയങ്കരമായ ഭക്തിയിൽ നിൽക്കുന്ന സമയത്ത് ആ റേഡിയേഷൻ വേറൊരാൾക്ക് കിട്ടാം. അയാളെ ഉള്ളിലും ഇതുപോലുള്ളൊരു ഭക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും അയാൾക്ക് തോന്നാം. കാരണം ആൾ സ്പിരിച്വാലിറ്റി മാത്രം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ യൂണിവേഴ്സിനോട് ഒന്ന് കണക്ട് ചെയ്യണം തോന്നാം. ഇപ്പോൾ ഇസ്ലാം ഫോളോ ചെയ്യുന്ന അവർക്ക് ഇനിയിപ്പോൾ ഒന്നൊന്ന് പ്രയർ ചെയ്യാം. ഇപ്പം ഇവിടെ ദൈവീനെ പ്രാർത്ഥിച്ചാണെങ്കിൽ കൂടെ ആ റേഡിയേഷൻ അവിടെ എത്തുന്ന സമയത്ത് ഓരെന്നാണോ ഒരു ജീസസിനെയാണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ചും കൂടി പ്രാർത്ഥിച്ചാലോ തോന്നാം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ സംഭവം പറഞ്ഞതാണ്, അതായത് നമ്മൾ വൈബ്രേഷൻ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്ന സമയത്തുള്ള വൈബ്രേഷണൽ എക്സ്ചേഞ്ച്. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഭയങ്കരമായി ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനാണ് വരുന്നത് വെച്ചാൽ കഴിയുന്നതും നമ്മുടെ കൈകൾ ക്രോസ് ചെയ്യാം. കൈകൾ ക്രോസ് ചെയ്യുന്ന സമയത്തും കാലുകൾ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഓറ കുറച്ചും കൂടി പവർഫുൾ ആവണം. അല്ലാണ്ട് നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളടുത്തേക്ക് എത്തൂല. പിന്നെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയണം ഇത്രയും മതി, നോ പറയേണ്ട സമയത്ത് നോ പറയുക. അപ്പോൾ അതാണ് ഫസ്റ്റ് പോർഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പോർഷൻ കർമ്മേൻ്റെ കാര്യമാണ് ഞാൻ പിന്നെ പറഞ്ഞു. ഏകദേശം ഫുൾ കൺഫ്യൂഷനായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സുഹൃത്തുക്കളെ. മിയോ ഗേൾ 777, ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊക്കെ നമ്മൾ വെറൈറ്റി ആട്ടോ. നമ്മുടെ പേര് മോശമൊന്നുമില്ലല്ലോ. ഡെസ്റ്റിനി പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയുള്ളൂ. പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുള്ളൂ. നമ്മുടെ വൈബ്രേഷൻ ആ കാര്യത്തോട് ഒപ്പം നിൽക്കുകയാണെങ്കിൽ, ഇത് ചോദ്യമായിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ ഡെസ്റ്റിനി പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയുള്ളൂ, നമ്മുടെ വൈബ്രേഷൻ ആ കാര്യത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ സംഭവത്തിനോട് നിങ്ങൾ കാര്യമായിട്ട് ആക്ഷനോ, നിങ്ങളൊരു കാര്യമായിട്ടൊരു ലോ ഓഫ് അട്രാക്ഷനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്താണോ അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം നിങ്ങൾ രാവിലെ എണീച്ച് സന്തോഷകരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കാണുന്നു, അപ്പോൾ നിങ്ങൾ ഹാപ്പി ആവുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണുന്നു, നിങ്ങളപ്പോഴത്തേക്കും ഒരു വൈബ്രേഷൻ ലോ ആവുന്നു. നിങ്ങൾ കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആവുന്നു ആ ലെവലിൽ. അപ്പം നിങ്ങളുടെ എൻവയൺമെൻറ്റ് പറയുന്ന സമയത്ത് ആൾക്കാരുണ്ട്, സ്ഥലങ്ങളുണ്ട്, സിറ്റുവേഷൻസ്, ഈ സംഭവങ്ങളോട് നിങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ റിയാക്ഷൻ മോഡിലാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻവയൺമെൻറ്റിൻ്റെ ഒരു വിക്റ്റിമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിക്റ്റിം മോഡിലാണ് നിങ്ങൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിധിക്ക് അനുസൃതമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനി നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷേ അതിന് വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, സെയിം ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കടങ്ങളൊക്കെ ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ അവരൊരു ഡിസിഷൻ എടുക്കുകയാണ്, നാളെ മുതൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും, നാളെ മുതൽ ഞാൻ ആക്ഷൻ എടുക്കും, നാളെ മുതൽ ഞാൻ ഗോൾ സെറ്റിംഗ് നടത്തും, നാളെ മുതൽ എനിക്കൊരു വിഷനിൽ ഞാൻ വർക്ക് ചെയ്യും.
അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി, അവരൊരു ക്രിയേറ്റർ മോഡിലേക്ക് മാറാണ്. അപ്പം അവരുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടി, ഒരു ക്രിയേഷൻ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് മാറുകയാണ്. അപ്പം നിങ്ങൾ വിക്ടിം മോഡിലല്ല. അപ്പോൾ ഡെസ്റ്റിനി നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വിൽ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഫ്രീ വിൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ റിയാക്ട് ചെയ്ത് ജീവിതത്തിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന റിയാക്ഷൻ മോഡിൽ ആ ഒരു ലെവലിൽ ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ മോഡിലേക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ വ്യക്തമായ യൂണിവേഴ്സിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്, എനിക്ക് വേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ എന്തിനെങ്കിലും ഡിറ്റർമിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് കിട്ടാതല്ലാണ്ട് വേറൊരു നിവർത്തിയില്ല. അപ്പം ബി എ ക്രിയേറ്റർ. ഈ വിക്ടിം മോഡിൽ നിന്ന് ഡെസ്റ്റിനിക്ക് അതീതമായി ഡെസ്റ്റിനിയിൽ ലോക്കായി പോകരുത്. പൊട്ടിച്ച് നിങ്ങൾ പൊളിക്കാൻ നോക്ക്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഗായ്സ്. ശ്രുതി ഉദയ്, ഡെയിലി ചക്ര ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്താൽ ബ്ലോക്ക് ചക്രാസ് ഓപ്പൺ ആകുമോ? ഓപ്പൺ ആവും. കാരണം ഇവിടെ ഇപ്പോൾ ശ്രുതി നമ്മുടെ തിയോസഫി ക്ലാസ്സും ഫട്ടന ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പം അവർ ഓപ്പൺ ചെയ്യാന്ന് പറയുന്നതും സാധാരണക്കാർ ചിലപ്പം ചക്ര ഓപ്പൺ ആവുമെന്ന് പറയുന്നതും ചിലപ്പം രണ്ട് പെർസ്പെക്റ്റീവിലാവും. കാരണം ചക്ര എന്ന് പറഞ്ഞ സംഭവം ഫുള്ളി ഓപ്പൺ ആണ്. സാധാരണ മനുഷ്യൻ്റെ സംബന്ധിച്ച്, നോർമലായിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ചക്ര ഓപ്പൺ ആണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പറയേണ്ടതെന്ന്, കാരണം എന്താ പറയുക, അതൊരു ബേസിക് നോളേജാണ്. അപ്പോൾ ആ ലെവൽ ട്രൂത്തിൽ നിങ്ങൾ പോയതിന് ശേഷമാണ് നിങ്ങൾ ബിയോണ്ട് ലെവലിലേക്ക് നമുക്ക് ട്രൂത്ത് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ലെവലിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ര ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ആക്ടിവേഷൻ ആവുന്നു, നിങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്ന ആ ലെവലിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി പറയുന്നത്. കുറച്ചുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചക്ര എല്ലാ ടൈമിലും ഓപ്പൺ ആണ്. ചക്ര എല്ലാ ടൈമിലും ഓപ്പൺ ആണെന്ന് പറയുന്ന സമയത്ത് അതാണ് പ്രോപ്പറായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു നോർമൽ ഫങ്ഷനിങ്. പക്ഷേ എന്തെങ്കിലും കേസിൽ നിങ്ങളുടെ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് വിചാരിക്കുക. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ അസുഖങ്ങൾ, നമ്മുടെ പാരൻറ്റൈറ്റീസ്, തൊണ്ടയിൽ ഇൻഫെക്ഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാം. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിനെ, കാരണം ത്രോട്ട് ചക്ര ഒരു ഹയർ ക്രിയേറ്റിവിറ്റിന് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയിൽ പ്രശ്നങ്ങൾ വരാം. ഹയർ ക്രിയേറ്റിവിറ്റി ഒന്നും വരുന്നില്ല, ആ ലെവലിലേക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഏത് ചക്രയാണ് ബ്ലോക്ക്ഡ് ആവുന്നത്, അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സൂക്കേടുകൾ, അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആണ്. ശ്രുതി വയ്ക്കുന്നത് ഇതുപോലത്തെ നമുക്ക് ഡെയിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചക്രാസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ ചക്ര ക്ലെൻസിങ് വഴി ചെയ്യുകയാണെങ്കിൽ പോവും, എന്തായാലും അതിന് ക്ലിയർ ആവും. പക്ഷേ അത് ചില ആൾക്കാരുടെ ബ്ലോക്കുകൾ എങ്ങനെയാണ്, കാരണം എല്ലാവർക്കും നമുക്ക് തന്നെ അറിയാം, എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻസ് അല്ല. ഒരുവിധം ആൾക്കാരുടെ എല്ലാം ഇപ്പോൾ ബോഡി ക്ലീൻ ആക്കുന്നത് പോലെയാണ്. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി കുളിച്ച് താഴുന്ന സമയത്ത് ആ ഒരു ഫ്രഷ്നെസ് ആയിട്ട് ബോഡി നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കുന്നു. പക്ഷേ ഒരു ഡീപ്പർ ലെവൽ ക്ലീനിങ് ആണെങ്കിൽ എന്തായി, നമ്മളൊരു കുറച്ച് ലെമണ്ടർ ഓയിൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാൾട്ട് ബാത്തിങ് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പർ ലെവൽ ക്ലീനിങ് പോകും. അപ്പോൾ ബോഡിയെ സംബന്ധിച്ച്, ഫിസിക്കൽ ബോഡിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണത്. അത് നമ്മൾ എനർജറ്റിക്കലി പറയുന്ന സമയത്ത് ചക്ര ക്ലെൻസിങ്. ഇപ്പോൾ ചക്ര ക്ലെൻസിങ് വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്ന സംഭവമാണോ ചോദിച്ചാൽ അല്ല. നമ്മൾ ബോഡി കുളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചക്ര സെമ്മിലും ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൂടി കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. കുറച്ചും കൂടി ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങൾ പ്രാർത്ഥിക്കാനും ബ്ലെസ്സിങ്സ് കിട്ടാനും നിങ്ങളുടെ ചക്ര എല്ലാം പവറാണ്. നിങ്ങളെ ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും സ്പിരിച്വലായിട്ടുള്ള പല ഫങ്ഷൻസിനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അത് നിങ്ങൾ ഡെയിലി കുളിക്കുമ്പോൾ ചെയ്യുന്ന സംഭവം തന്നെയാണ്. അത് നമുക്ക് പക്ഷേ ലൈഫിൻ്റെ പല വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാർ ജീവിതത്തിൽ ഇതുവരെ ചക്ര ക്ലെൻസിങ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് ഒരു കുറ്റം പറഞ്ഞ കാര്യമില്ല. അങ്ങനത്തെ ഒരു പഠിപ്പിക്കുന്ന ഒരു സംഭവവും ഇവിടെ ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ വേറൊരു സംഭവത്തിലോ ഒന്നും ചക്ര മെഡിറ്റേഷൻ സംഭവത്തിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ പറയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. സയൻസ് എല്ലാം അവിടെ സ്റ്റെക്കായി നിൽക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ കെർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലം മുന്നേ ഉണ്ടാക്കിയ സംഭവമാണ്. അതിലിപ്പം ഒരാളുടെ ഓർ എങ്ങനെയാണെന്ന് കാണുന്നുണ്ട്, എനർജി പോകുന്നതും സംഭവമൊക്കെ കെർലിയൻ ഫോട്ടോഗ്രാഫി കാണുന്നുണ്ട്. പക്ഷേ സയൻസ് ഒരു എനർജറ്റിക്കലി ആ ലെവലിലേക്കുള്ള സംഭവത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഭാവിയിലെത്തും, സയൻസ് എത്തിയേ പറ്റൂ. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചക്ര ക്ലെൻസിങ് അതിൻ്റെ ബ്ലോക്കേജ്. ഒരുവിധം ചെറിയ ബ്ലോക്കേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലിയർ ആവും. കാരണം അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഞാൻ പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്
ഒരു ഇൻറ്റൻഷൻ കൊണ്ട് മാത്രം എങ്ങനെ എനർജി, ഒരു റൂമിലുള്ള എനർജി എല്ലാം കയ്യിലേക്ക് വരും. ഞാൻ കാണിച്ചതെല്ലാം മാസ്റ്റർ ചോക്കോക്സോയി പ്രാണിക് ഹീലിംഗ് പഠിപ്പിക്കുന്ന ഒരു ബേസിക് കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ തിരക്കുകളെല്ലാം ഒഴിവാക്കി കട്ട് ഓഫ് ചെയ്ത് നമ്മളിരുന്ന് നമ്മുടെ ഇൻറ്റൻഷൻ കൊണ്ട് ഈ ചക്രകളെല്ലാം ക്ലൻസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ തന്നെ ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് വരും. അത് നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, അത് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഗൈസ്. അടുത്തത് യൂസർ 529. നമ്പർ 6 കുഴപ്പക്കാരനാണോ? 666 ശരിക്കും ഏഞ്ചൽ നമ്പർ ആണോ? 666 ഏഞ്ചൽ നമ്പറാണ്. 666 പിന്നെ സാത്താൻ ആ ലെവലിൽ പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളുടെ പെർസ്പെക്റ്റീവ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഇൻറ്റൻഷൻ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്പർ മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ഒരുപാട് വലിയൊരു സംഭവമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. അത് ജന്മങ്ങൾ എടുത്തിട്ടും പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു, അതുകൊണ്ടാണ് ഒരു 20-22 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആരും പറഞ്ഞു തരാണ്ട്, അച്ഛനമ്മമാരും അറിയില്ല, ഫ്രണ്ട്സിനും അറിയില്ല, റിലേറ്റീവ്സിനും ആർക്കും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ എത്തുന്നത്. അപ്പം അതിലേക്കുള്ളൊരു ഇപ്പം ഈ ഒരു ജന്മത്തിൽ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് സിഗ്നൽ എന്നോളം നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സിനെ കാണാം. പക്ഷെ അത് കണ്ട് അവിടെ ഇരിക്കരുത്. 10 കൊല്ലമായും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലോകത്തിലേക്ക് തന്നെ മാറും. പിന്നെ നമ്മൾ ചിലപ്പം എത്തുന്ന ഗുരു എങ്ങനെയാണ്, അപ്പം അത് എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പോയി ചിലപ്പോൾ ആ ഗുരു പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ടെക്നിക്സ് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പോകുന്നത് അപ്പോഴും കറക്റ്റ് റൂട്ടാന്ന് ഞാൻ പറയും. കാരണം അങ്ങനത്തെ ഒരു ഗുരുവിൽ പോയിട്ട് ഒരു മനസ്സിലാക്കിയിട്ട് വേണം ഒരു വേറൊരു ഗുരുവിനെ സെലക്ട് ചെയ്യാൻ. ചില ആൾക്കാർ പറയും ഗുരുവിൻ്റെ ആവശ്യകത ഇല്ല. അപ്പം അത് ലൈഫിൽ നമ്മൾ നമ്മളല്ല എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാനും ഗുരുവിൻ്റെ ഒരു ആവശ്യകത അല്ലേ, ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഏകദേശം 8 കൊല്ലം 10 കൊല്ലം പഠിച്ച ആളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 10 കൊല്ലം കമ്പയറിങ് ടു ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് 1 കൊല്ലം നോക്കുകയാണെങ്കിൽ, ഞാൻ 10 കൊല്ലം മുന്നേ ഗുരുവിൻ്റെ കീഴിലാണെങ്കിൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു, കാരണം അങ്ങനത്തെ ലെവലല്ല. പക്ഷെ നമുക്ക് അറിയാം നമ്മുടെ ഒരു ലെവൽ എങ്ങനെയാണ്, നമ്മൾ നോളജ് എന്താണ്, കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ എങ്ങനെയാണ് നമുക്കറിയാം. അപ്പം എൻ്റെ ഒരു കമ്പാരിസണിൽ എനിക്ക് വളരെ മുന്നോട്ട് പോകാമായിരുന്നു. ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങളിപ്പോൾ സ്പിരിച്വാലിറ്റി പുതിയ വന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ഒരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുള്ളൂ. വെച്ചാൽ എൻ്റെ എന്താ പറയുക, എൻ്റെ കൂടെ വരണം, എൻ്റെ ഗുരുവിന് അങ്ങനെ അല്ല. നിങ്ങൾക്ക് ഏത് സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. ഇപ്പോൾ സദ്ഗുരു, രവിശങ്കർ, ഇപ്പോൾ പ്രാണിക് ഹീലിംഗ്, റൈക്കി, എങ്ങനെ എന്ത് സിസ്റ്റം ആയിക്കോട്ടെ നിങ്ങൾ പോവുക. നിങ്ങൾ പോയി അത് പഠിച്ചോളാം. എല്ലാ റൂട്ടും അവസാനം എത്തുന്നത് ഒരേ ഡെസ്റ്റിനേഷനിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഗൈസ്. ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് ആൻ ഡീപ് ജോളി is it true that an unhealed mind attract negative experiences? അൺഹീൽഡ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് ചില ട്രോമകളോ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നമ്മളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ലോ വൈബ്രേഷനിലാണെങ്കിൽ, അതാണ് ഫീലിംഗ് ആണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. വലിയ സംഭവം ഒന്നായിട്ട് കരുതണ്ട. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മുടെ വൈബ്രേഷൻ. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വൈബ്രേഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ കുറച്ചും കൂടി നെഗറ്റീവ് സിനാറിയോസ് ആയിരിക്കാം. കാരണം ലോ ഓഫ് അട്രാക്ഷൻ നിയമം അതാണ്, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അപ്പം അത് സ്പിരിച്വൽ ലെവലിൽ അങ്ങനെയാണ് അതിൻ്റെ നിയമം. നമ്മൾ എന്താ പറയുക, സയൻറ്റിഫിക് ലെവലിൽ ഓപ്പോസിറ്റ് അട്രാക്ഷൻ അതുപോലെയല്ല. ഇത് നിങ്ങൾ മോശമായ കർമ്മം നിങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മോശമായ കർമ്മങ്ങൾ കിട്ടുള്ളൂ, അതിൻ്റെ കോൺസിക്വൻസസ് കിട്ടുള്ളൂ. കർമ്മയിലൊക്കെ ഒരുപാട് പേര് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ലോ വൈബ്രേഷനാണ് യൂണിവേഴ്സിൽ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ ഒരു അൺഹീൽഡ് മൈൻഡ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ലൈഫിൽ വരുന്നത് ഒരുപാട് പിന്നെയും നെഗറ്റീവ് സിനാറിയോസ്, സിറ്റുവേഷൻസ്, ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അപ്പം അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് തലവെക്കരുതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല സൈക്കോതെറാപ്പി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഹീലറിനെ പോയി കാണാം.
അപ്പോൾ അതിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഹീലിംഗ് മറ്റും കാര്യമാണെങ്കിൽ അത് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റും. അങ്ങനെ പോയിട്ട് നമുക്ക് നല്ലൊരു ലൈഫിലേക്ക് തന്നെ പിന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും അഡ്രസ്സ് ചെയ്യേണ്ട സംഭവമാണ് അത്, കുഴിച്ചു മൂടപ്പെടേണ്ട ഒന്നല്ല. അപ്പോൾ അടുത്ത ചോദ്യം, ആർ യു ടീച്ചിങ് പ്രാണായാമം? പ്രാണായാമം പഠിപ്പിക്കരുത്, നമ്മൾ ചെയ്യണം. കാരണം കുണ്ടലിനി ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നേ പ്രാണായാമം മസ്റ്റാണ്. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് പഠിപ്പിച്ച് അങ്ങനെ പരിപാടി ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ കോഴിക്കോട്ടങ്ങാടി വരാനേ വന്നോളി, നമ്മൾ പഠിക്കാമല്ലോ, പ്രശ്നമില്ല. സരിത ജേക്കബ്, ഹൗ ടു റിസോൾവ് കൺഫ്യൂഷൻ? ഐ ഹാവ് ബീൻ ട്രൈങ് ടു സോൾവ് എ പ്രോബ്ലം സിൻസ് വെരി ലോങ് ടൈം ബട്ട് ഗെറ്റിംഗ് ആൻ ആൻസർ കിട്ടുന്നില്ല എന്നാണോ? കിട്ടുന്നില്ല എന്നായിരിക്കാം അല്ലേ, നോട്ട് ഗെറ്റിംഗ് ആൻ ആൻസർ എന്നായിരിക്കാം. സരിത ജേക്കബ്, ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ, എല്ലാം അറിഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഹെഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ ചിലപ്പം അതൊരു ഈ ഒരു ലോങ് ടൈം പറഞ്ഞ പോലെ ചിലപ്പോൾ എടുക്കാം. കാരണം ലൈഫ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ഗെയിമായി കാണണം. പല ആൾക്കാർക്കും ഫിയറാണ് ലൈഫ് എന്ന് പറയുന്ന സമയത്ത്, പേടിച്ച് റിജക്ഷൻ വരുമെന്ന് പേടിച്ച്, പല കാര്യങ്ങൾ കൊണ്ട് പേടിച്ച്. അപ്പം എന്താണ് അതിനെങ്ങോട്ട് ഇറങ്ങുക. കാരണം ഫസ്റ്റ് 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ചിലപ്പം ഇതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇത് നമുക്ക് നടക്കാത്ത പരിപാടിയാണല്ലോ. അപ്പം എന്ത് സംഭവം അതിലേക്ക് ഇറങ്ങണം. നടക്കാത്ത പരിപാടി എന്നല്ല, നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒബ്സ്റ്റക്കിൾസ് കാണാൻ പറ്റൂ. നമുക്ക് ആ ഒരു ഫിയർ വരും, പക്ഷെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അപ്പോൾ വരാം. ആ ഒബ്സ്റ്റക്കിൾസ് വരണം സത്യം പറഞ്ഞാൽ, എന്നാൽ മാത്രമേ നമുക്കത് ടാക്കിൾ ചെയ്തിട്ട് നമുക്കൊരു വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. ഇതിലേക്ക് ഇറങ്ങാത്ത ആൾക്കാരുടെ മുന്നിലേക്ക് ഓരോ ഒബ്സ്റ്റക്കിളും വരാനുമില്ല, ഓരോ ചാലഞ്ചും വരാനുമില്ല. അപ്പം ധൈര്യമായിട്ട് അതിൽ പ്രൊസീഡ് ചെയ്യുക. എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും കൺഫ്യൂഷനോ മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്ക് ഞാൻ പറയുന്നത് ലീനിങ് എന്ന് പറയും, ചെറുതായിട്ടൊന്ന് തല വെച്ച് കൊടുക്കുക, മെല്ലെ ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്പൊക്കെ എല്ലാ തരത്തിലും അപ്ലിക്കബിൾ ആണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് കൂടി നമുക്കൊരു വ്യക്തമായൊരു ക്ലാരിറ്റി ചിലപ്പം ഉണ്ടാവാം, ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യമില്ലല്ലോ, പക്ഷെ അത് പോയാലുള്ള പേടി എങ്ങനെയാണല്ലോ, അത് പോയാലുള്ള എന്താ പറയുക സംഭവങ്ങൾ വരുമല്ലോ എന്നുള്ള. പക്ഷെ അത് വന്നോട്ടെ, അത് നമ്മൾ ആ ചാലഞ്ചസ് ഏറ്റെടുക്കുന്നതിലല്ലേ ലൈഫ്. റിജക്ഷൻ വന്നോട്ടെ, റിജക്ഷനൊക്കെ ഒരു മിത്താണെന്ന് വേണം പറയാം. അതിനെപ്പുറത്ത് തന്നെ നമ്മളെ ക്ലാസ്സിലൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിൽ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ക്ലാരിറ്റി വരുത്താം ഇത് തന്നെയാണോ ശരിയത്. പിന്നെ വൈശാഖ് 98 സിനി, അഡിക്ഷൻ നിർത്താൻ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യാം? അഡിക്ഷനൊക്കെ നിർത്താൻ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം അതൊരു ഹീലിംഗ് ആണ് ബെസ്റ്റ്. കാരണം പല അഡിക്ഷൻ വളരെ നൈസായിട്ട് സുഖമായിട്ട് ഒഴിവാക്കാൻ ഹീലിങ്ങിനെ കൊണ്ട് പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ അഡിക്ഷൻ എല്ലാം മാറ്റി. അഡിക്ഷൻ മാറ്റിയതല്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ലൈഫ് വിഷ്വലൈസ് ചെയ്യാം. അപ്പം ഓട്ടോമാറ്റിക്കലി അതിൽ അഡിക്ഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലറിനെ സമീപിക്കുക, ഹീലിംഗ് ചെയ്യുക. കാരണം ഇതിൽ ഞാൻ പറയാം, എഡിക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ എലിമെൻ്റൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് പ്രാണിക് ഹീലിംഗ് 3rd ലെവലൊക്കെ ആ സമയത്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുക. അപ്പം അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം. അപ്പോൾ അത് എന്താ പറയുക, ഒരു തരം എനർജി പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഒരുപാട് ചെറിയ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഉള്ളൊരു ലോകം തന്നെയാണത്. അപ്പം അത് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് ചിലപ്പം കുറച്ചും കൂടി അഡിക്ഷൻ ഉള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് കാർവിങ് വരുത്താം. അപ്പോൾ നമ്മളൊരു ഭയങ്കരമായ മദ്യപാനിയൊക്കെ ആണെങ്കിൽ അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എലിമെൻ്റൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. അത് കുറച്ചും കൂടി ഈ ഒരു ടെൻഡൻസി ചിലപ്പോൾ കൂട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലാമസ് ബ്രെയിൻ്റെ ഉള്ളിലുള്ള സംഭവം, അപ്പോൾ അവിടെയും ഇങ്ങനത്തെ അഡിക്ഷൻ പരമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ, അതൊക്കെ നമുക്ക് ഹീലിങ്ങിലൂടെ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇത് വേറൊരു സയൻസ് എന്താ പറയുക സയൻറ്റിഫിക് രീതി ആ രീതിയിൽ ഒഴിവാക്കുകയല്ല, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യല്ല. അഡിക്ഷൻ മറ്റു സംഭവങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്നോടൊരു സ്പിരിച്വൽ ലെവൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹീലിംഗ് ചെയ്താൽ റിസൾട്ട് വരും. അപ്പം അത് ഞാൻ പറഞ്ഞത് ഹീലിംഗ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ്. ഒന്നെങ്കിൽ നമുക്കത് ഒരുപാട് കാരണം കൊണ്ട് നമ്മളൊരു വിൽ പവർ വെച്ചിട്ട് നമുക്കത്
ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ നമുക്ക് വേണം ഒഴിവാക്കാം. നമ്മൾ അത്രയും മോശക്കാരൊന്നുമല്ല, അത്രയും പവർഫുൾ തന്നെയാണ്. പക്ഷേ ഇതൊരു ഷോർട്ട് കട്ടാണ്. അത് കുറച്ചും കൂടി നിങ്ങളൊന്ന് ആക്സലറേറ്റ് ചെയ്യും അത് എന്തെങ്കിലും ഡിസിഷൻ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോപ്പറായി നല്ലൊരു ഹീലറിനെ കണ്ടുമുട്ടി ഹീലിംഗ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഗായ്സ്, ഡോക്ടർ SS പ്രകാശ്, വുഡ് യു പ്ലീസ് സ്പീക്ക് അബൌട്ട് ഡ്രീംസ്, അണ്ടർസ്റ്റാൻഡിങ് ദം, മാസ്റ്റർ പ്രൊജക്ഷൻ. അപ്പൊ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നുമല്ല. പക്ഷേ ഡ്രീംസ് എന്തുകൊണ്ട് വരുന്നു എന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ആസ്ട്രൽ വേൾഡായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന് നമ്മുടെ തോട്ട് ഓവർ തിങ്കിങ് കാരണം കണക്റ്റഡ് ആണ്. കാരണം ഓവർ തിങ്കത്തിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് 60,000 തോട്ട്സ് ഒരു മനുഷ്യനുണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എന്തായി, മൂപ്പര് പണി നിർത്തുന്നില്ല, മൂപ്പര് ഓവർ ടൈം ഇനിയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ ഡ്രീംസ് വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തോട്ട് ഇൻ്റെ എൻവയൺമെൻ്റ് ഉണ്ട്. വേറൊരാളുടെ തോട്ട് നമ്മുടെ തലയിലേക്ക് കയറാം. രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് വേറെ ആരുടെങ്കിലും എന്തെങ്കിലും തോട്ട് ചിലപ്പോൾ നമ്മുടെ തലയിലേക്ക് വരില്ല, അതിനെക്കുറിച്ചൊരു ഡ്രീം വരും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആസ്ട്രൽ വേൾഡ് തന്നെയാണ്. ആസ്ട്രൽ വേൾഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ഏത് റൂമിലാണോ എവിടെയാണോ ഉള്ളത് അവിടെ ആ കംപ്ലീറ്റ്ലി സംഭവം ആസ്ട്രൽ വേൾഡ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 7 വേൾഡ് ഉണ്ട് നമുക്ക്. 7 വേൾഡിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ 7 ബോഡീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലോവസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡാണ്. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതൊക്കെ ഫിസിക്കലാണ്. ഇവിടെ നമുക്ക് ജീവിക്കാനും ഇത് നമുക്ക് ഇടപഴകാനും ഇവിടെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലും നമുക്കൊരു ഫിസിക്കൽ ബോഡി വേണം. അതിനാണിത്. പക്ഷേ നമ്മളിപ്പം ഫിസിക്കൽ ബോഡിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ബോഡി ടയേർഡാണ്, ഫിസിക്കൽ ബോഡി പ്രോപ്പറായി റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്വാഭാവികം കിടന്നുറങ്ങാൻ പോകുന്നു. ഉറങ്ങുന്ന സമയത്ത് ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞ സംഭവം റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്കൽ ബോഡി ഇതാണ്. ഫിസിക്കൽ ബോഡിൻ്റെ കൂടെ തന്നെ ഈ 7 ബോഡീസ് നമുക്കുണ്ട്. പക്ഷേ അതിൽ ആസ്ട്രൽ ബോഡി ഉണരുന്നു. ആസ്ട്രൽ ബോഡി നമ്മൾ ആക്ടിവേറ്റ്, അതാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ ഡ്രീം വേൾഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ആസ്ട്രൽ വേൾഡിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൂടെ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ എല്ലാ സംഭവത്തിൻ്റെ ഒരു ആസ്ട്രൽ ഒരു റിപ്ലിക്ക അവിടെ ഉണ്ട്. ഇപ്പോൾ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരും ചിലപ്പോൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരോടൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ കാണാം. അപ്പം എല്ലാവരും ഇപ്പോൾ ആ സമയത്ത് അവിടെ കിടന്നുറങ്ങുന്ന എല്ലാവരും തന്നെ ആസ്ട്രൽ വേൾഡിലുണ്ടാവും. കൂടാതെ അവരെക്കുറിച്ചുള്ള തോട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അത് വരാം. അങ്ങനെ ഒരുപാട് സംഭവം എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം തന്നെയാണ് ആസ്ട്രൽ വേൾഡ്. അത് ഒരുപാട് കൺഫ്യൂസിങ് ആണ്. കാരണം എന്ത് അവിടെ ഇമാജിനേഷൻ ചെയ്യുന്ന സംഭവം ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ക്രിയേഷൻ ചെയ്യും പോലെയാണ്. ഫീലിങ്സ് ഒക്കെ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ്, പേടി എന്ന് പറഞ്ഞാൽ 100x പേടി, സന്തോഷം എന്ന് പറഞ്ഞാൽ 100x സന്തോഷം, അങ്ങനത്തെ ഒരു ഫീലിങ്സിന്റെ ലോകം കൂടിയാണ് ഈ ആസ്ട്രൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാരണം അത് പുറത്തുള്ള സംഭവം ഭീകരമായ സംഭവം എന്നല്ല, അത് ഇവിടെ തന്നെ ഈ ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗം തന്നെയാണ്. അത് നമ്മുടെ ഭൂമിക്കും ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്. അപ്പം ഭൂമിയുടെ ആസ്ട്രൽ ബോഡിയും മൂണിൻ്റെ ആസ്ട്രൽ ബോഡിയും തട്ടുന്ന സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്താൽ ഒരുപാട് റിസൾട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ സംഭവം അതാണ്. കാരണം തന്നെ ഡ്രീംസ് എന്ന് പറഞ്ഞ സംഭവം ഈ 2-3 സിനാരിയോ കൊണ്ടുണ്ടാവാം. അതിൽ അധിക കേസിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡി റെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നമ്മൾ ആസ്ട്രൽ ബോഡിയിലേക്ക് വരുന്നു. അങ്ങനെ ആസ്ട്രൽ ബോഡിയിൽ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പ് മറന്നു പോവുകയോ എവിടെ വീഴുന്ന സമയത്ത് ഒറ്റടി സോൾ വീണ്ടും നമ്മൾ ബോഡി കയറുന്നത്, അതാണ് നമുക്കൊരു നെട്ടലിലൂടെ നമ്മൾ എണീക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കഥകൾ. അപ്പോൾ നമ്മുടെ കൊച്ചു ചോദ്യങ്ങൾ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വർണികേൻ്റെ ചോദ്യമുണ്ട്. ഹായ് ബ്രോ, ഗുഡ് മോർണിംഗ്, യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹൊപ്പോണൊപ്പോനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ലെറ്റിംഗ്. അപ്പോൾ അതൊക്കെ ഞാൻ ഹീലിംഗ് സൈഡാണ് ഞാൻ പറയാറ് സാധാരണ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമ, എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ഫോർഗീവ്നെസ്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പോണൊപ്പോനേക്കാളും കൂടുതൽ ഞങ്ങൾ ഹീലിംഗ് ഒറ്റയടിക്കാനൊക്കെ പോകേണ്ടി ക്ലിയർ ചെയ്യുന്നു. അതിലേക്ക് പോകാനാണ് എൻ്റെ ഒരു മെത്തേഡ്, ഞാൻ യൂസ് ചെയ്യുന്നൊരു രീതി. അപ്പം ഞാൻ എന്താണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുതന്നെയാണ് ഞാൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാവാമെന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ തന്നെയാണ്. ഇനി റിസൾട്ട് ഇല്ലെങ്കിൽ അതിനെന്തുകൊണ്ട് റിസൾട്ട് ഇല്ല, അതിലേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അത് ഒരു ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും.
വീണ്ടും കാണാം ഗായ്സ്. അടുത്ത പ്രാവശ്യം കൂടുതൽ ചോദ്യം ചോദിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ആൽക്കമിസ്റ്റ് ബ്രോ, ആൽക്കമിസ്റ്റ് കുത്ത് ബ്രോ, അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻ്റായിട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ ഇതുപോലൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.